അസ്സലാമലൈക്കും. ഇന്നൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെനിക്ക് എൻ്റെ അമ്മായി ഹസീന പറഞ്ഞു തന്ന റെസിപ്പിയാണ്. വളരെ ഈസിയായി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇതിന് നമ്മൾ കുബൂസിനൊക്കെ ഉണ്ടാക്കുന്ന ഡോ ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 10-15 മിനിറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച ഈസ്റ്റ് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മാവ് ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ ആവശ്യമായ പാലൊഴിച്ച് കൊടുക്കുക. ഞാനൊരു 4 ടേബിൾ സ്പൂണോളം പാലൊഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളൊരു സോഫ്റ്റ് ഡോ ആവുന്നത് വരെ ഈ പാലിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി. അഥവാ ലൂസായി പോയിനെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് മിക്സ് ചെയ്താൽ മതി. ഞാനിവിടെ നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3-4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേൽഭാഗം ഞാൻ ഒലിവ് ഓയിൽ കൊണ്ട് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി ഒരു നനഞ്ഞ ക്ലോത്ത് വിരിച്ചിട്ട് നമുക്കിത് ഒരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. മാവ് റെഡിയാവുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു പീസ് ഉള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. കുക്കുംബറൊക്കെ ആഡ് ചെയ്യാം. ഞാൻ കുക്കുംബർ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ വേവിച്ചത് ചെറിയ പീസസായിട്ട് ആഡ് ചെയ്യണം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ചിക്കൻ ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മയോണൈസ് ചേർക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റെഡിമെയ്ഡ് വാങ്ങിച്ച മയോണൈസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കയ്യിൽ ഈ മയോണൈസ് ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ മയോണൈസ് ഉണ്ടാക്കിയിട്ട് അതും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 4 ഫുൾ ടേബിൾ സ്പൂണ് മയോണൈസാണ് ഇടുന്നത്. അത് നിങ്ങൾ ടേസ്റ്റ് അനുസരിച്ചിട്ട് മാറ്റം വരുത്തുക. അതിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട പുഴുങ്ങിയത് ചെറിയ പീസസായി കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇട്ട് ഇളക്കണ്ട, ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം മുട്ട ഓപ്ഷണലാണ്, വേണ്ടുന്നവർക്ക് ചെയ്താൽ മതി. എല്ലാതെയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം നമ്മൾ പൊങ്ങാൻ വെച്ച ഡോ ഒന്ന് നോക്കുക. അതാ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം കുഴച്ചെടുക്കുക. സോഫ്റ്റ് ഡോ ആവുന്നത് വരെ കുഴച്ചെടുക്കുക. നിങ്ങൾ കൗണ്ടർ ടോപ്പ് മേലെ ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. ഇനി ഇത് നല്ലോണം കുഴച്ചതിന് ശേഷം ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കുക. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഉന്നക്കായൻ്റെ ഒക്കെ ഒരു ഷേപ്പിലാണ്. അപ്പോൾ ആ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് ഉന്നക്കായൻ്റെ ഷേപ്പിലേക്ക് ഉരുട്ടിയെടുക്കുക.
നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാ ബോൾസും മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫുൾ മാവും ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായതിന് ശേഷം എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുക്കാവാതെ പുറം മാത്രം ഇങ്ങനെ കരിഞ്ഞിരിക്കും. അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് ഇടാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ടൊരു ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു കളറായാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാ ബോൾസും നമുക്ക് പൊരിച്ചെടുക്കാം. അങ്ങനെ എല്ലാം മാവ് നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബോൾ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് ഒരു കത്തി കൊണ്ട് ഇങ്ങനെ ഒരു പോക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുക. നമുക്ക് ഈ ഫില്ലിങ് ഇതിൻ്റെ അകത്താണ് വെച്ച് കൊടുക്കേണ്ടത്. ഒരു പോക്കറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഈ ഫില്ലിങ് പതുക്കെ അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മളെല്ലാ ബോൾസും അങ്ങനെ ചെയ്തെടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അധികം ടൈമൊന്നും ഇതിനു വേണ്ടി കളയണ്ട. ഈ റമദാനിലെ അവസാനത്തെ പത്തിലൊക്കെ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്, പിന്നെ സ്റ്റൊമക്ക് ഫില്ലിംഗ് ആണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. താങ്ക്